നമസ്കാരം. RSSനെതിരെ US ഉപരോധം വേണമെന്ന് ആവശ്യം. US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡമാണ് ഇത്തരമൊരു ആവശ്യത്തിന് പിന്നിൽ. ഓഗസ്റ്റ് 29-ന് ന്യൂയോർക്കിൽ നടക്കുന്ന യൂണിവേഴ്സൽ വൺനെസ് സെലിബ്രേഷൻസിൽ പങ്കെടുക്കാനായി RSS മേധാവി മോഹൻ ഭാഗവത് അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് നിർണായക നീക്കവുമായി US സംഘടന രംഗത്തു വന്നത്. അമേരിക്കൻ ഹിന്ദുസ് ഫോർ എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗ് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഭാഗവത് എത്തുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് പിന്നിൽ RSSുമായി ബന്ധപ്പെട്ട സംഘടനകൾ ആണെന്ന ആരോപണമുണ്ടെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ RSS നേതാക്കൾ ഇന്ത്യൻ സർക്കാരുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഉന്നതതല യോഗങ്ങളോ നയതന്ത്ര പരിഗണനകളോ നൽകരുതെന്നാണ് USCIRF കമ്മീഷണർ ജീൻ മിൽസ് എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടത്. മത സ്വാതന്ത്ര്യ ലംഘനങ്ങൾക്ക് ഉത്തരവാദികളായ RSS അംഗങ്ങൾക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്താനാണ് US സർക്കാർ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി RSS അംഗമാണെന്ന് USCIRF ചെയർമാൻ ആസിഫ് മഹ്മൂദ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും മിൽസ് പറഞ്ഞു. മോഹൻ ഭാഗവതിന്റെ അമേരിക്കൻ സന്ദർശനത്തെ വിമർശിച്ചുകൊണ്ട് ഹിന്ദുസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന അവകാശ സംരക്ഷണ ഗ്രൂപ്പും രംഗത്തെത്തിയിട്ടുണ്ട്. RSSുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്നും മതന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആരോപണങ്ങളിൽ നിന്നും ഈ സന്ദർശനത്തെ വേർതിരിച്ച് കാണാൻ കഴിയില്ലെന്നാണ് അവർ വ്യക്തമാക്കിയത്. ഇതാദ്യമായല്ല USCIRF ഇന്ത്യക്കെതിരെയും RSSനെതിരെയും രംഗത്ത് വരുന്നത്. കഴിഞ്ഞ മാർച്ചിൽ പുറത്തുവിട്ട വാർഷിക റിപ്പോർട്ടിലും ഇന്ത്യയിലെ മത സ്വാതന്ത്ര്യ ലംഘനങ്ങളെ കമ്മീഷൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു. RSS ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ എന്നിവ ഉൾപ്പെടെയുള്ള സംഘടനകൾക്കും വ്യക്തികൾക്കും എതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന് വാർഷിക റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ കമ്മീഷന്റെ ഈ റിപ്പോർട്ടിനെ ഇന്ത്യ പൂർണ്ണമായി തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ത്യയെ മാത്രം ലക്ഷ്യമിട്ട് വിമർശിക്കുന്നതിന് പകരം അമേരിക്കയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ചും USCIRF ആത്മപരിശോധന നടത്തണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ അമേരിക്കയിലെ ഇന്ത്യൻ പ്രവാസികൾ നേരിടുന്ന വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയും ഭീഷണികളും ഗൗരവത്തോടെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്തായാലും RSSനെതിരെ ട്രംപ് ഭരണകൂടം നീങ്ങുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.